പണ്ടൊക്കെ ആണെങ്കിൽ മുടി നരയ്ക്കുക എന്ന് പറഞ്ഞാൽ 60 വയസ്സൊക്കെ ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ 20 വയസ്സായാൽ പോലും മുടി നരയ്ക്കുന്നുണ്ട്, സർവ്വസാധാരണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഒരു മുടിയുടെ വേര് പോലും കറുത്ത് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡൈയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര നരച്ച മുടിയാണേലും ഏത് പ്രായത്തിലുള്ള നരയാണേലും നമുക്ക് കറുപ്പിച്ചെടുക്കാം. വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ടിപ്പ്, ഇതുപോലെ പഴത്തൊലി നമ്മൾ വലിച്ചെറിയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഒരു പഴത്തൊലി എടുത്തിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് പോർഷൻ കട്ട് ചെയ്തിട്ട് കയ്യിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ നമുക്ക് കയ്യിലും കാലിലും അതുപോലെ മുഖത്തൊക്കെ ഒന്ന് ഇതുപോലെ പഴത്തിൻ്റെ തൊലി വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നല്ല മിനുസമായിട്ട് വരുന്നതിന് സഹായിക്കുന്നതാണ്. നല്ല സ്കിന്ന് നല്ല സോഫ്റ്റും സ്മൂത്തുമായി നല്ല തിളക്കത്തോട് കൂടി വരുന്നതിന് സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ ടിപ്പ്, അപ്പോൾ ആ എടുത്തിരിക്കുന്ന പഴത്തൊലി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാതള നാരങ്ങയുടെ തൊലിയാണ് എടുത്തിരിക്കുന്നത്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ പഴത്തൊലിയും മാതള നാരങ്ങയുടെ തൊലിയൊക്കെ നമ്മൾ വലിച്ചെറിയായിരിക്കും ചെയ്യുന്നത്, പക്ഷേ അതുകൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു പോർഷൻ ബീറ്റ്റൂട്ടാണ്. എടുത്തിരിക്കുന്ന ബീറ്റ്റൂട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചിടുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു നെല്ലിക്കയാണ്, അപ്പോൾ അതും ചെറുതായിട്ടൊന്ന് മുറിച്ചിടുന്നുണ്ട്. നെല്ലിക്കയുടെ കുരു പോലും കളയുന്നില്ല, അതും ഇതിനകത്ത് ചതച്ചിടുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു പിടി കറിവേപ്പിലയാണ്. ഇനി കറിവേപ്പിലയ്ക്ക് പകരം നമുക്ക് പനിക്കൂർക്കയില ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി തേയിലപ്പൊടിക്ക് പകരം നമുക്ക് കാപ്പിപ്പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഉണങ്ങിയ ചെമ്പരത്തിപ്പൂവാണ് ഒരു 3-4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഷായിട്ട് എടുക്കാനുണ്ടെങ്കിൽ ഫ്രഷായിട്ടുള്ള ചെമ്പരത്തിപ്പൂവും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് ആവശ്യമുള്ള വെള്ളമോടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് നല്ല ക്ലീനായിട്ടുള്ള ഒട്ടും എണ്ണമയില്ലാത്ത ഇരുമ്പ് ചീൻചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 2 ടീസ്പൂണ് നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അതുപോലെ 2 ടീസ്പൂണ് ഹെന്ന പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെല്ലിക്കാപ്പൊടി ഹെന്ന പൗഡറൊക്കെ നമ്മൾ ഇതിൽ ചേർക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള നെല്ലിക്കാപ്പൊടി ഹെന്ന പൗഡറൊക്കെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂണ് ഇൻഡിഗോ പൗഡറാണ്. പിന്നീട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണ് കാത്ത പൗഡറാണ്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഹെയർ ഡൈക്ക് നല്ല കളർ കിട്ടണമെങ്കിൽ കാത്ത പൗഡറൂടെ ചേർത്താൽ നല്ലൊരു കളർ കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മളിവിടെ ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് നമ്മുടെ ഡൈക്ക് നല്ലൊരു കളറ് കിട്ടുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇപ്പോഴ് നേരത്തെ നമ്മൾ മിക്സർ ജാറിൽ അരച്ചു വെച്ചിട്ടുള്ള പഴത്തൊലിയും അനാറും ബീറ്റ്റൂട്ടും ഒക്കെ ഉള്ള ആ മിക്സ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു അരിപ്പ് വെച്ചാണ് അരിച്ചെടുക്കുന്നത്. ഇതിനെക്കാട്ടി നല്ലത് ഒരു തുണിയിലൂടെ നമ്മളത് അരിച്ചൊഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ എല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഇത്രയാണ് ജ്യൂസ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ജ്യൂസ് ആണെങ്കിൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊടിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ആ പൊടി തെറിക്കാതെ നമ്മൾക്ക് സ്ലോലി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻഡിഗോ പൗഡർ അലർജി ഉള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഹെന്ന പൗഡർ ആയിക്കോട്ടെ അതുപോലെ കാത്ത പൗഡർ ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ നമ്മുടെ ഡൈക്ക് നല്ല കളർ കിട്ടും. അപ്പം ജ്യൂസ് കുറേശ്ശെ 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ല, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് വരുമ്പം തന്നെ നല്ലൊരു കടും കളറിലോട്ടാണ് എല്ലാം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒട്ടും കട്ട കെട്ടാതെ എല്ലാം വളരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കത് ഗ്യാസിലോട്ട് വെക്കാം. അപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിന് താഴെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്യാസിൽ വെക്കുന്ന സമയത്ത് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കട്ടയായി കെട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ 6-7 മണിക്കൂർ മാറ്റി വെച്ചിട്ട് ആയിരിക്കും നമ്മൾ പിന്നീടായിരിക്കും നമ്മൾ മുടിയിൽ ഇത് ഡൈ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഡൈ ആണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എത്ര നാൾ വേണേലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, ഒട്ടുമേ അഴുക്കാകത്തില്ല. നല്ലൊരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കുന്നത്. അതേപോലെ നമ്മളിപ്പോൾ ഹെയർ ഡൈ ഉണ്ടാക്കിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഹെയർ ഡൈ ഉണ്ടാക്കിയിട്ട് അത് അധികം വരുവാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ തന്നെ അത് നമുക്ക് ഒട്ടും അഴുക്കാതെ അത് തന്നെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സാധാരണ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ഹെയർ ഡൈ അധികം വരുവാണെങ്കിൽ അത് അങ്ങനെ ഇരുന്നാൽ നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. അത് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തണുപ്പ് പോയിട്ട് വേണം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷേ അത് ഒരാഴ്ച ഒക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് എത്ര നാളായാലും മാസങ്ങളോളം നമുക്ക് ഈ ഹെയർ ഡൈ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇതിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഒട്ടുമേ കൈയെടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതുപോലെ നമ്മൾ ഇതിൽ വെള്ളം പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് കട്ട കെട്ടാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഇളക്കിയാൽ മതി, നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കട്ട കെട്ടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ഈ ഹെയർ ഡൈ ആണെങ്കിൽ നല്ലൊരു കളറിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിലാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ തണുപ്പ് മാറിയിട്ട് നമുക്ക് ഒരു നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമുക്കിത് മാസങ്ങളോളം ഉപയോഗിക്കാനായിട്ട് സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ഹെയർ ഡൈ ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഹെയർ ഡൈയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇത് 3-4 ദിവസം ഒന്ന് വെളിയിൽ വെക്കണം, അത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് നമ്മളുടെ അളവനുസരിച്ച് ഇരിക്കും ഇത് നല്ലതായിട്ട് ഡ്രൈ ആയി കിട്ടാനായിട്ട്. ഇപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളെങ്കിൽ അത് 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാനൊരു 3 ദിവസത്തിന് മേളിലെടുത്തു നന്നായിട്ട് ഡ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു ആദ്യത്തെ 2-3 മണിക്കൂർ ഇടവിട്ട് ഞാൻ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്കൊരു ഈർക്കില വെച്ചിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് കട്ടായി പോവും. അങ്ങനെ കട്ടായി പോയാൽ ആ ചീനിച്ചട്ടിയിൽ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഇത് പിടിച്ചിരിക്കും. പിന്നെ അത് നമുക്ക് ഇളക്കി എടുക്കണമെങ്കിൽ പിന്നെ അത് പാടായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെയും വീണ്ടും അതേപോലെ അതിൻ്റെ പഴയ പോലെ ആയി കിട്ടും. അപ്പം നമുക്കിത് നല്ല ഡ്രൈ ആയിട്ട് പൊടിയായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ആദ്യത്തെ നമ്മൾ ഇതിനെ മാറ്റി വെക്കുമല്ലോ, ഉണങ്ങാൻ ഡ്രൈ ആയിട്ട് വരാനായിട്ട് മാറ്റി വെക്കുന്ന സമയത്ത് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ ഈർക്കിലോ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നല്ല പൊടിയായിട്ട് ഇതുപോലെ കിട്ടും. ഇപ്പോൾ നല്ലതായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്, നല്ല കട്ടിയാണ്. ഇനി അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ഇരുമ്പ് ചീനിച്ചട്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് പെട്ടെന്ന് കട്ടിയാവും, അതിൽ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ പിടിച്ചിരിക്കുക നല്ല ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത്. അപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ ആ ഡ്രൈ ആയി വെക്കാവുന്ന സമയത്ത് 3-4 മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം കാണുമ്പോൾ തന്നെ ആ ഇരുമ്പ് ചീനിച്ചട്ടി നല്ലതായിട്ട് ഇത് പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെ അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പൊടിച്ചെടുത്തിട്ട് നമുക്കൊരു കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണ്. പിന്നീട് നമ്മളിത് സാധാ വെള്ളം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏത് ഇതിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തേയില വെള്ളത്തിൽ കാപ്പി വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി നല്ല പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ അരിക്കണമെന്നില്ല, ഞാനിപ്പോൾ ഇവിടെ അരിച്ചെടുത്തൊരു കണ്ടെയ്നർ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചെടുത്തിട്ട് ഒരു കണ്ടെയ്നറിനകത്ത് വെക്കുന്നുണ്ട്. പിന്നീട് അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മുടെ അടിച്ച പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സാധാ വെള്ളം ഒഴിച്ച് കൊടുത്ത്, തണുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് 1-2 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഉടനെ തന്നെ നമ്മൾ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്, കാരണം ഇത് പൊടിയാണ്, ഡ്രൈ ആയിട്ടുള്ള പൊടിയാണ്. അത് ഒന്ന് കുതിർന്ന് വരുമല്ലോ. അപ്പോൾ ഒരു
10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം മുടിയിലിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ഇങ്ങനെയുള്ള ഒരു പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ന് മുടി കറുപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ മുടിയിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഒട്ടും കെമിക്കലില്ലാതെ തന്നെ നമുക്ക് മുടി നന്നായിട്ട് തന്നെ കറുപ്പിച്ചെടുക്കാം. ഇതുപോലൊരു ഹെയർ ഡൈ പൗഡർ ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയത് ഒരു ഹെയർ ഡൈ പൗഡറാണ് ഉണ്ടാക്കിയത്. നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും സമയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിലും ഇതുപോലൊരു ഹെയർ ഡൈ പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ മുടി കറുപ്പിച്ചെടുക്കണമെന്ന് തോന്നുന്ന സമയത്ത് തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് വെള്ളത്തിൽ നിന്ന് കലക്കി എടുത്താൽ മതി. നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ഈ ചാനൽ ഇതുപോലുള്ള ടിപ്സ്, റെസിപ്പീസ്, അതുപോലെ ഹെയർ ഡൈ, ഹെയർ ഓയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ആ ഇരുമ്പ് ചീഞ്ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യത്തിനുള്ള ഹെയർ ഡൈ ഉണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ആ നേരത്തെ മിക്സ് ചെയ്തോട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഞാനിവിടെ മുടിയിൽ അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടും എണ്ണമയമൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയിലായിരിക്കണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് നല്ലതായിട്ട് മുടിയിൽ ഈ കളർ പിടിക്കുകയുള്ളൂ. അപ്പം ഞാൻ ബാക്കിയുള്ളത് ഞാനിവിടെ എടുത്തിട്ടില്ല. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പോളം മസൂർ ദാൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3/4 മണിക്കൂറോളം. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിലോട്ട് ആവശ്യമുള്ള വെള്ളമോട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്, 3 പച്ചമുളക്, അതുപോലെ ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത്, അതുപോലെ തക്കാളിയും ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് പൊടി വകയായിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് അത് തിളച്ച് പോകാതിരിക്കാനായിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയോ നമുക്ക് സൺഫ്ലവർ ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയുടെ വേരോട് കൂടിയുള്ള ആ തണ്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മൾ പരിപ്പറിയൊക്കെ മേടിക്കുന്ന സമയത്ത് പ്രത്യേക രുചിയും മണവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ കറിക്ക് നല്ല ഒരു മണവും രുചിയും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ വേരോട് കൂടി നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള മല്ലിയില തണ്ടാണ്. അതുപോലെ ആ വേരോട് കൂടി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്ത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ആ കറിക്ക് നല്ലൊരു സ്മെല്ലും മണവും രുചിയും ഒക്കെ ആയിരിക്കും. ഇതാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പരിപ്പറിക്കുള്ള ഒരു പ്രത്യേക ഒരു ടിപ്പ്. ഇനി ഒന്ന് കടുക് വറുത്തിടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് പിന്നെ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറി വെച്ച സമയത്ത് ജീരകം ഇട്ട് കൊടുത്തില്ല, അതുകൊണ്ട് ഇപ്പം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞ് വെച്ച കൊച്ചുള്ളിയും വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് വരുന്ന സമയത്ത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. ഇന്നത്തെ ടിപ്സും റെസിപ്പിയൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ കൊണ്ട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.